നിശബ്ദത വാഴുന്ന മനോഹരമായ ഹിമാലയ പർവ്വതനിരകളുടെ ഏകാന്തമായ കൊടുമുടികൾക്കിടയിൽ രൂപ്കുണ്ട് എന്നൊരു കായലുണ്ട്. കാലം മറന്നുപോയ നാഗരികത സ്പർശിക്കാത്ത ഒരു കായൽ. ഇത് വളരെ ചെറിയൊരു കായലാണ്. വെറും 40 മീറ്റർ വ്യാസമേയുള്ളൂ. ആഴവും കുറവാണ്. ശരാശരി വെറും 3 മീറ്റർ ആണ് ഇതിന്റെ ആഴം. വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയവും തീവ്രമായ തണുപ്പ് കാരണം ഇത് പൂർണ്ണമായും ഉറഞ്ഞു കിടക്കുകയായിരിക്കും. പ്രത്യക്ഷത്തിൽ വളരെ മനോഹരമായ കായൽ. പക്ഷേ ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ ഒരു ഭയാനകമായ രഹസ്യം മറഞ്ഞു കിടപ്പുണ്ട്. ആ രഹസ്യത്തിനെ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞാണ്. എന്നാൽ ശീതകാലം മാറി വേനൽക്കാലമാകുമ്പോൾ ഈ മഞ്ഞ് പതിയെ ഉരുകാൻ തുടങ്ങും. അപ്പോഴാണ് കായൽ അതിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. കായലിലും അതിന് സമീപത്തുമായിട്ട് ചിതറിക്കിടക്കുന്ന 100 കണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങളാണ് ആ രഹസ്യം. ഇത്രയും വിജനമായ ഈ സ്ഥലത്തിൽ എങ്ങനെയാണ് ഇത്രയേറെ മനുഷ്യർ കൊല്ലപ്പെട്ടത്? എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? ഇതാണ് രൂപ്കുണ്ട് കായലിന്റെ നിഗൂഢത. ഇത് കാരണം ഈ കായൽ ഇന്ന് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, ദ സ്കെലറ്റൻ ലേക്ക്. ആയിരത്തി 1942 ബ്രിട്ടീഷുകാരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഓഫീസറാണ് രൂപ്കുണ്ട് കായലിൽ സ്കെലറ്റൻസ് കണ്ടെത്തിയത്. അയാൾ ഉടൻ തന്നെ ഈ വിവരം അധികാരികളെ അറിയിച്ചു. അധികാരികൾ വന്ന് നോക്കിയപ്പോൾ കായലിലും അതിന് സമീപത്തുമായിട്ട് ആയിരക്കണക്കിന് മനുഷ്യ എല്ലുകൾ ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എല്ലാവരും അത് കണ്ട് ശരിക്കും അന്തം വിട്ടുപോയി. എങ്ങനെ ഇത്രയും പേര് ഇവിടെ കൊല്ലപ്പെട്ടു എന്നത് തന്നെയാണ് എല്ലാവർക്കും ആദ്യം തോന്നിയ സംശയം. പരിശോധിച്ചു നോക്കിയപ്പോൾ ഒട്ടുമിക്ക തലയോട്ടികളിലും ശക്തമായ പ്രഹരം കിട്ടിയത് കൊണ്ടുണ്ടായ പൊട്ടലുകളുണ്ട്. അത് കാരണമാണ് ഇവരൊക്കെ കൊല്ലപ്പെട്ടത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് നമുക്ക് അനുമാനിക്കാം. ചില സ്കെലട്ടൺസിൽ മുടിയും ചതയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കുറച്ചു നാളുകൾക്ക് മുന്നേ കൊല്ലപ്പെട്ടതായിരിക്കുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ജാപ്പനീസ് സോൾജേഴ്സ് ആയിരിക്കുമെന്നാണ് ആദ്യം അധികാരികൾ കരുതിയത്. കാരണം അത് 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമായിരുന്നു. ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തിലൂടെ ഒരുപക്ഷെ ജാപ്പനീസ് സോൾജേഴ്സ് ആക്രമിക്കാൻ വരുമെന്ന് പണ്ടേ തന്നെ ബ്രിട്ടീഷുകാര് ഭയന്നിരുന്നു. അതിനാൽ ഒരുപക്ഷെ ഇത് ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന ജാപ്പനീസ് സോൾജേഴ്സ് ആയിരിക്കുമെന്നാണ് ആദ്യം അവര് കരുതിയത്. പക്ഷേ അസ്ഥികൂടങ്ങളിൽ നടത്തിയ പിന്നീടുള്ള സൂക്ഷ്മമായ പരിശോധനയിൽ ഇത് സോൾജേഴ്സ് ആയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ബോധ്യമായി. എന്തെന്നാൽ എല്ലുകളിൽ മുടിയും ചതയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവരെല്ലാം വളരെ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ടവരാണെന്ന് കരുതിയത്. എന്നാൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഈ സ്കെൽറ്റൻസിന്റെയൊക്കെ കാലപ്പഴക്കം നിർണയിച്ചപ്പോൾ ഇവയ്ക്ക് ഏതാണ്ട് 1000 വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് മനസ്സിലായി. എല്ലുകളിൽ കണ്ട ചതയും മുടിയും എല്ലാം യഥാർത്ഥത്തിൽ ഹിമാലയ കൊടുമുടികളുടെ തീവ്രമായ തണുപ്പും വരണ്ട കാലാവസ്ഥയും കാരണമാണ് ഇത്രയും കാലം കേടുപറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ജാപ്പനീസ് സോൾജേഴ്സ് അല്ലെന്നത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം ശരിക്കും ആരാണ്? ഇത്രയും ആൾക്കാർ എങ്ങനെ ഈ കായലിൽ വന്ന് പെട്ടു? നിർഭാഗ്യവശാൽ ആർക്കും തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും പലരും ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്നും ചിലപ്പോൾ പുരാതന കാലത്തിൽ ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരിക്കുമെന്നും ഇത് പണ്ടത്തെ ഒരു ശവപ്പറമ്പായിരിക്കുമെന്നും അങ്ങനെ പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നു. പക്ഷെ ആർക്കും ഈ സിദ്ധാന്തങ്ങളൊക്കെ ശരിയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതേസമയം തന്നെ ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും ആർക്കും പറ്റിയില്ല. അങ്ങനെ പല പതിറ്റാണ്ടുകളോളം കാലം യാതൊരു മുന്നേറ്റവുമില്ലാതെ ഈ കായലിന്റെ നിഗൂഢതയും അതിനു പിന്നിലെ സിദ്ധാന്തങ്ങളും നിലനിന്നു. അരനൂറ്റാണ്ടിനു ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2003 നാഷണൽ ജിയോഗ്രഫിക്കിൽ നിന്നും ഒരു സംഘം ഗവേഷകര് രൂപ്കുണ്ട് കായൽ സന്ദർശിക്കാനെത്തി. അവര് വന്ന് ഏതാണ്ട് 30ഓളം അസ്ഥികൂടങ്ങളെ വളരെ സമഗ്രമായിട്ട് പരിശോധിച്ചു നോക്കി. ഇതിന്റെ നിഗൂഢതയ്ക്ക് പിന്നിൽ മുൻപ് പ്രചരിക്കപ്പെട്ടിരുന്ന പല സിദ്ധാന്തങ്ങളും പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കാൻ ഈ പരിശോധന വലിയൊരു സഹായമായി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തലയോട്ടികളിൽ പൊട്ടലുണ്ട് എന്നതിലുപരി അസ്ഥികൂടങ്ങളിൽ വേറെ യാതൊരു പരിക്കുകളും ഉണ്ടായിരുന്നില്ല. ഇവിടെ യുദ്ധം നടന്നിരുന്നെങ്കിൽ തീർച്ചയായും പല വിധത്തിലുമുള്ള പരിക്കുകളും കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒന്നും അസ്ഥികൂടങ്ങളിൽ കണ്ടില്ല. അത് മാത്രമല്ല, ഒരു തരത്തിലുമുള്ള ആയുധങ്ങളും ഇവിടെയില്ല. ആകെ ഒരേ ഒരു കത്തി മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ അസ്ഥികൂടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ ഒരു വിധത്തിലുമുള്ള സോൾജേഴ്സും അല്ലായിരുന്നു എന്നത് ഉറപ്പാണ്. ഗവേഷകരുടെ പഠനത്തിൽ മനസ്സിലായ വേറൊരു കാര്യമെന്നത് ഇവരെല്ലാം തന്നെ പൂർണ്ണ ആരോഗ്യമുള്ള അവസ്ഥയിലാണ് ഇവർക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വിശന്ന് വലഞ്ഞ് മരിച്ചതാണെന്നും പറയാൻ കഴിയില്ല. അതുപോലെ ഇവിടെ മൃതശരീരങ്ങൾ മറവ് ചെയ്തിട്ടുള്ളതിന്റെ തെളിവുകളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊരു ശവപ്പറമ്പായിരുന്നില്ല എന്നതും ഉറപ്പാണ്.
അങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ നാഷണൽ ജിയോഗ്രഫിക്കിലെ ഗവേഷണ സംഘത്തിന് സാധിച്ചു. പക്ഷെ ഇവരൊക്കെ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിന് അപ്പോഴും ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. അത് വീണ്ടും ഒരു വലിയ നിഗൂഢതയായിട്ട് തന്നെ തുടർന്നു. എന്നാൽ അതിനു പുറമെ മറ്റൊരു നിഗൂഢതയും കൂടെയുണ്ട്. എന്താണെന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 16,500 അടി ഉയരത്തിലാണ് ഈ കായൽ സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഇത്രയും വലിയൊരു സംഘം മനുഷ്യര് എന്തിനാണ് ഇത്രയും ഉയരത്തിൽ കൂട്ടത്തോടെ പോയത്? രൂപ്കുണ്ട് കായലിന്റെ പ്രശസ്തി കാരണമാണ് ഇന്നിവിടെ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരെത്തുന്നത്. എങ്കിൽ പോലും ഇതത്ര എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഈ കായലിന് സമീപത്ത് വാൻ എന്നൊരു ഗ്രാമമുണ്ട്. സമീപമെന്ന് പറഞ്ഞെങ്കിലും വാനിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്ററുകൾക്ക് അകലെയാണ് രൂപ്കുണ്ട് ലേക്ക്. സാധാരണ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന പരമാവധി ദൂരമെന്നത് ഈ ഗ്രാമം വരെയാണ്. ഇവിടുന്ന് 5 ദിവസത്തോളം നടന്നാൽ മാത്രമേ രൂപ്കുണ്ട് കായലിൽ എത്താൻ കഴിയൂ. അത്രയേറെ വിജനമായ ഒരു സ്ഥലമാണിത്. ഇത് ഇന്നത്തെ കാര്യമാണ്. 1000 വർഷങ്ങൾക്ക് മുന്നേ തീർച്ചയായും ഇത് കൂടുതൽ ഏകാന്തമായ സ്ഥലമായിരുന്നിരിക്കും. ഇങ്ങനൊരു സ്ഥലത്തിൽ ഇത്രയും പേര് ഒരുമിച്ച് വന്നത് തന്നെ യഥാർത്ഥത്തിൽ വലിയൊരു നിഗൂഢതയാണ്. എല്ലാവരും ഒരുമിച്ച് കൊല്ലപ്പെട്ടു എന്നത് അതിനേക്കാൾ വലിയ നിഗൂഢതയും. എന്നാൽ ഒരിക്കൽ ഈ നിഗൂഢതയുടെ ഉത്തരം കണ്ടെത്താൻ പറ്റി. നന്ദാദേവി രാജജാതി യാത്രയായിരുന്നു ആ ഉത്തരം. സംഭവം പുരാതന കാലം മുതലുള്ള ഒരു തീർത്ഥാടന യാത്രയാണ് നന്ദാദേവി രാജജാതി യാത്ര. ഇത് പ്രധാനമായും ഉത്തരാഖണ്ഡിലുള്ളവരാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസത്തിലെ നന്ദാദേവിക്ക് വേണ്ടിയിട്ടുള്ള ഈ യാത്ര 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒന്നാണ്. നൌട്ടി എന്ന ഗ്രാമം മുതൽ തുടങ്ങുന്ന ഈ യാത്ര 280 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഹോംകുണ്ട് എന്നൊരു കായലിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഈ തീർത്ഥാടന യാത്രയും രൂപ്കുണ്ട് കായലും തമ്മിലുള്ള ബന്ധമെന്താണെന്നാൽ ഈ യാത്ര ചെയ്യുന്ന പാതയിലാണ് രൂപ്കുണ്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്. ഈ വസ്തുത തിരിച്ചറിഞ്ഞതോടെ രൂപ്കുണ്ട് കായലിന്റെ നിഗൂഢതയുടെ മറ പൂർണ്ണമായും നീക്കാൻ പറ്റി. സംഭവം ഹിമാലയാസിലെ ഈ ഒരു ഭാഗത്തിൽ, അതായത് ഈ കായൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിലും അതിന് സമീപമുള്ള പ്രദേശങ്ങളിലും എപ്പോഴും വളരെ തീവ്രമായ കാലാവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അനന്തരഫലമായി ഇടയ്ക്കിടയ്ക്ക് മാരകമായ രീതിയിൽ കൽമഴകളും പെയ്യും. എന്നുവെച്ചാൽ പാറക്കല്ല് മഴയായിട്ട് പെയ്യുന്നതല്ല, മറിച്ച് വലിയ മഞ്ഞുകട്ടകൾ മഴയായിട്ട് പെയ്യുന്നതാണ്. മഞ്ഞുകട്ടകൾ ഏതാണ്ട് പാറക്കല്ല് പോലെ തന്നെ കട്ടിയുള്ളതായിരിക്കും. നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഗവേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് തന്നെയാണ് 1000 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചത്. അതായത് 1000 വർഷങ്ങൾക്ക് മുന്നേ ഒരിക്കൽ ഇതുപോലെ ഒരു കൂട്ടം പേര് തീർത്ഥാടന യാത്ര നടത്തി. ഈ കായലിന് സമീപത്ത് വിശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തീവ്രമായ കൽമഴ പെയ്തു. ഓടി ഒളിച്ച് സുരക്ഷിതമായിട്ടിരിക്കാൻ ഇവിടെ ഒരു സ്ഥലവുമില്ല. മരങ്ങൾക്ക് ചുവട്ടിൽ നിൽക്കാമെന്ന് കരുതിയാൽ ഇവിടെ മരങ്ങളുമില്ല. അങ്ങനെ കട്ടിയുള്ള മഞ്ഞുകട്ടകൾ തലയ്ക്ക് മീതെ വന്ന് വീണ് പ്രഹരമേറ്റതുകൊണ്ടാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടത്. അങ്ങനെ കിട്ടിയ പ്രഹരത്തിൽ നിന്നുമുള്ള പൊട്ടലുകളാണ് ഗവേഷകർ പരിശോധിച്ചപ്പോൾ തലയോട്ടികളിൽ കാണാൻ കഴിഞ്ഞത്. ഈ നിഗമനം ശരിയാണെന്നുറപ്പിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവും കൂടെ കിട്ടി. എന്താണെന്നാൽ ഉത്തരാഖണ്ഡിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യപ്രകാരം ജസ്ദാവൽ എന്നൊരു രാജാവും അയാളുടെ രാജ്ഞിയും രാജജാതി യാത്ര ചെയ്തു. പക്ഷേ വളരെ ലാവിഷായിട്ടാണ് അവർ ഈ യാത്ര നടത്തിയത്. ഒരുപാട് വേലക്കാരെയും കൊട്ടാരവാസികളെയും ബന്ധുക്കളെയും ഒക്കെ കൂടെ കൂട്ടിയിരുന്നു. അതിനു പുറമെ യാത്രക്കിടയിൽ ബോറടിക്കാതിരിക്കാൻ കുറെ നർത്തകരെയും ഗായകരെയും ഒക്കെ കൊണ്ടാണ് പോയത്. അങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകി പോകേണ്ടതിന് പകരം ആർത്തുല്ലസിച്ച് സുഖലോലുപരായിട്ടാണ് എല്ലാവരും കൂടെ യാത്ര ചെയ്തത്. ഇത് കണ്ട് ദേഷ്യം വന്ന നന്ദാദേവി ഈ തീർത്ഥാടകരെ ശിക്ഷിക്കാൻ വേണ്ടി അവിടെ കൽമഴ പെയ്യിച്ചു. അതും ഇരുമ്പ് പോലെ കട്ടിയുള്ള മഞ്ഞുകട്ടകൾ കൊണ്ടുള്ള കൽമഴ. ഈ കൽമഴയിൽ പെട്ട് മരിച്ചവരുടെ അസ്ഥികൂടങ്ങളാണ് കായലിലും അതിനു ചുറ്റുമായിട്ട് ഇന്ന് കാണപ്പെടുന്നത്. ഇതാണ് ഐതിഹ്യം. അന്നത്തെ സംഭവത്തിൽ അതിജീവിച്ചവരാണ് ഈ കഥ പിന്നീട് പ്രചരിപ്പിച്ചതെന്നും ആ കഥയാണ് കാലക്രമേണ ഐതിഹ്യമായി മാറിയതെന്നുമാണ് കരുതപ്പെടുന്നത്. മറ്റൊരു കാര്യം, ജസ്ദാവൽ രാജാവ് കണ്ണൌജ് എന്നൊരു സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു അത്. അപ്പോൾ ഈ കഥയുടെ കാലവും കായലിലെ സ്കെലറ്റൻസിന്റെ കാലപ്പഴക്കം തമ്മിലും യോജിക്കുന്നുണ്ട്. എന്തായാലും ഈ ഐതിഹ്യം ഗവേഷണ സംഘങ്ങൾ അതുവരെ കണ്ടെത്തിയ തെളിവുകളുമായിട്ട് ആകെ മൊത്തത്തിൽ വളരെയധികം യോജിക്കുന്നതാണ്. അതിനാൽ തന്നെ രൂപ്കുണ്ട് കായലിന്റെ അസ്ഥികൂടങ്ങൾക്ക് പിന്നിലെ കാരണം യഥാർത്ഥത്തിൽ തീർത്ഥാടകരുടെ മേൽ പെയ്ത കൽമഴയായിരുന്നുവെന്ന് കണ്ടെത്തി. അങ്ങനെ പതിറ്റാണ്ടുകളായിട്ട് നിലനിന്ന വലിയൊരു നിഗൂഢതയുടെ മറ എന്നേക്കുമായിട്ട് നീക്കപ്പെട്ടു എന്നാണ് എല്ലാവരും കുറച്ചു കാലത്തേക്ക് കരുതിയത്. 2019 മറ്റൊരു ഗവേഷണ സംഘം രൂപ്കുണ്ട് കായലിലെത്തി. അവരവിടുന്ന് 38 അസ്ഥികൂടങ്ങൾ എടുത്ത് ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ അസ്ഥികൂടങ്ങളുടെ കാലപ്പഴക്കം ആദ്യം നിർണയിച്ചതുപോലെ ആയിരുന്നില്ല. 1956 ഇതിന്റെ കാലപ്പഴക്കം നിർണയിച്ചത്.
പക്ഷെ അന്ന് റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് വളരെ ശൈശവത്തിലായിരുന്നു. എന്നാൽ പല പതിറ്റാണ്ടുകളായിട്ടുള്ള പുരോഗമനം കാരണം 2019 ആയപ്പോഴേക്കും ഈ മെത്തേഡ് വളരെയധികം അഡ്വാൻസ്ഡ് ആയി. അങ്ങനെ അസ്ഥികൂടങ്ങളുടെ ശരിയായ കാലപ്പഴക്കം കൂടുതൽ കൃത്യതയോടെ നിർണ്ണയിക്കാൻ സാധിച്ചു. അതിനാൽ തന്നെ തീർത്ഥാടകരുടെ മേൽ പെയ്ത കൽമഴയുടെ നിഗമനം പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് തിരിച്ചറിയാനും പറ്റി. കാരണം ഈ നിഗമനം ശരിയായിരിക്കണമെങ്കിൽ എല്ലാ സ്കെലട്ടൻസിന്റെയും കാലപ്പഴക്കം തുല്യമായിരിക്കണം. പക്ഷെ അത് തുല്യമായിരുന്നില്ല. ഇതിൽ 23 അസ്ഥികൂടങ്ങൾക്ക് 1200 വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. അതായത് ആ 23 പേര് CE 800കളിലാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ബാക്കി 15 എണ്ണത്തിന് വെറും 200 വർഷങ്ങളുടെ പഴക്കമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇവര് കൊല്ലപ്പെട്ടത് 1800കളിലാണ്. അപ്പോൾ ഈ കായലിൽ ഒന്നിൽ കൂടുതൽ തവണ ഒരേ രീതിയിൽ മനുഷ്യര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ ഒരേ സ്ഥലത്ത് കൽമഴ പെയ്യുക എന്നതും ഒരേ രീതിയിൽ തന്നെ മനുഷ്യരെ കൊല്ലപ്പെടുക എന്നതും തികച്ചും യാദൃശികമായിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഇത് ശരിക്കും 2 or 3 തവണ കൊണ്ട് സംഭവിച്ചതൊന്നുമല്ല. എന്തെന്നാൽ 1200 വർഷം പഴക്കമുള്ള 23 അസ്ഥികൂടങ്ങളുടെയും കാലപ്പഴക്കത്തിന് പല പതിറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ ആ 23 പേരും 4 തവണയായിട്ടാണ് കൊല്ലപ്പെട്ടത്. ഇത് തന്നെയാണ് 200 വർഷം പഴക്കമുള്ള അസ്ഥികൂടങ്ങളുടെ കാര്യവും. ഇത് പരിശോധിച്ച് നോക്കിയ 38 സ്കെലറ്റൻസിന്റെ മാത്രം കാര്യമാണ്. ഇതുപോലെ 100 കണക്കിന് സ്കെലറ്റൻസ് ആണ് ഇനിയും കായലിലുള്ളത്. ഒരുപക്ഷെ ആ സ്കെലറ്റൻസും ഇതുപോലെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലായിരിക്കും കൊല്ലപ്പെട്ടത്. ഇത്രയും തവണ ഒരേ സ്ഥലത്ത് ഒരേപോലെ കൽമഴ പെയ്യുക എന്നതും ഒരേപോലെ തന്നെ മനുഷ്യരെ കൊല്ലപ്പെടുക എന്നതും ഏകദേശം അസാധ്യമായ ഒരു യാദൃച്ഛികത്വമാണ്. എന്നാൽ അതിനേക്കാൾ നിഗൂഢമായ മറ്റൊരു കാര്യമെന്നത് ഈ 2 ഗ്രൂപ്പുകളുടെയും ജനറ്റിക് അനാലിസിസ് നോക്കിയപ്പോൾ 800കളിൽ കൊല്ലപ്പെട്ടവര് സൗത്ത് ഏഷ്യയിലുള്ളവരായിരുന്നു. അതിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല. കാരണം ഹിമാലയാസ് നിലനിൽക്കുന്നതും സൗത്ത് ഏഷ്യയിൽ തന്നെയാണ്. എന്നാൽ 1800കളിൽ കൊല്ലപ്പെട്ടവര് ഈസ്റ്റ് മെഡിറ്ററേനിയനിലുള്ളവരാണ്. അത് തികച്ചും അസ്വാഭാവികമാണ്. എല്ലാവരെയും ആകെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കാര്യമാണിത്. എന്തെന്നാൽ നന്ദാദേവി രാജജാതി യാത്ര ഒരു ഹിന്ദു ആചാരമാണ്. ഈസ്റ്റ് മെഡിറ്ററേനിയൻസ് എന്തായാലും ഹിന്ദുക്കളായിരിക്കാൻ തീരെ സാധ്യതയില്ല. അപ്പോൾ പിന്നെ തീർച്ചയായും അവര് തീർത്ഥാടനത്തിന് വന്നതുമായിരിക്കില്ല. ഹിമാലയത്തിലെ ഈ ഭാഗത്തിലൂടെ ഒരു ട്രേഡ് റൂട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവര് വ്യാപാരത്തിന് വേണ്ടി വന്നതുമല്ല. രൂപ്കുണ്ട് ലേക്ക് പ്രശസ്തമായത് തന്നെ അതിന്റെ നിഗൂഢത കാരണമാണ്. അല്ലാതെ അന്നത്തെ കാലത്ത് ഇങ്ങനൊരു കായലുണ്ടെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവര് വിനോദയാത്രയ്ക്ക് വന്നതുമായിരിക്കില്ല. അപ്പോൾ പിന്നെ അവരെന്തിനു വന്നു എന്നത് ഇന്നും ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. മറ്റൊരു കാര്യം, ഹിമാലയത്തിലേക്ക് പോയ ഇത്രയും വലിയൊരു ജനക്കൂട്ടം തിരിച്ചു വന്നില്ലെങ്കിൽ തീർച്ചയായും അന്ന് അത് വലിയൊരു വാർത്തയായി കാണും. പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻസ് കൂട്ടമായിട്ട് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് പോയതാണെന്നും ഇത് വെറും 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഭവിച്ചതാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇവര് മിസ്സിംഗ് ആയതിന്റെ എന്തെങ്കിലും തെളിവുകൾ ചരിത്രരേഖകളിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ ഒരുപാട് പേര് പല വർഷങ്ങളോളം കാലം തിരഞ്ഞിട്ടും ഇങ്ങനൊരു കൂട്ടം പേര് മെഡിറ്ററേനിയൻ ഭാഗത്തിൽ നിന്ന് മിസ്സിംഗ് ആയതിന്റെ യാതൊരു തെളിവും ചരിത്രരേഖകളിൽ ഒരിടത്തും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇതൊരു വലിയ നിഗൂഢതയായിട്ട് മാറി. രൂപ്കുണ്ട് ലേക്കിന്റെ നിഗൂഢതയ്ക്ക് പിന്നിൽ വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല. വിലപിടിപ്പുള്ള ഒന്നും തന്നെ ഈ കായലിലോ പരിസരത്തോ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഇവരെയൊക്കെ കൊള്ളക്കാര് കൊന്നതായിരിക്കുമെന്ന സിദ്ധാന്തമുണ്ട്. എന്നിരുന്നാലും കൊള്ളക്കാരുടെ കൊലപാതക രീതികളുമായിട്ടൊന്നും ഇവിടുന്ന് കിട്ടിയ സ്കെലറ്റൻസിന്റെ തെളിവുകളുമായിട്ട് യോജിക്കുന്നതല്ല. അതുമാത്രമല്ല, കൊള്ളക്കാര് കൊന്നതാണെന്ന് സ്ഥിരീകരിക്കാനുള്ള വേറെ തെളിവുകളൊന്നും കിട്ടിയതുമില്ല. അതുകൊണ്ട് കൊള്ളക്കാരായിരിക്കാനുള്ള സാധ്യതയും തീരെയില്ല. എന്തായാലും രൂപ്കുണ്ട് കായലിന് പിന്നിൽ ഇതുപോലെ പല സിദ്ധാന്തങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും അവ ഒന്നും തന്നെ തെളിവുകളുമായിട്ട് പൊരുത്തപ്പെടുന്നവയല്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഇതൊരു വലിയ നിഗൂഢതയായിട്ട് നിലനിൽക്കുകയാണ്.